തട്ടേക്കാട്, പമ്പ വാലി, ഏഞ്ചൽ വാലി പ്രദേശങ്ങളെ ബഫർ സോൺ നിയന്ത്രണങ്ങളിൽ നിന്നും ഒഴിവാക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൂടിയാലോചിക്കുന്നതിനായി വനം വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. യോഗത്തിൽ കോതമംഗലം എം.എൽ.എ. ആന്റണി ജോൺ, പൂഞ്ഞാർ എം.എൽ.എ. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. തട്ടേക്കാട് പക്ഷിസങ്കേതത്തിനകത്തുള്ള ജനവാസ മേഖലകളെയും പെരിയാർ കടുവ സങ്കേതത്തിൽപ്പെട്ട പമ്പ വാലി, ഏഞ്ചൽ വാലി സെറ്റിൽമെന്റുകളെയും സങ്കേതത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നത് സംബന്ധിച്ച ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൂടിയാലോചിക്കുന്നതിനായിട്ടാണ് വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. യോഗത്തിൽ കോതമംഗലം എം.എൽ.എ. ആന്റണി ജോൺ, പൂഞ്ഞാർ എം.എൽ.എ. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ വന്യജീവി ബോർഡിന്റെ നിർദ്ദേശപ്രകാരം പമ്പ വാലി, ഏഞ്ചൽ വാലി സെറ്റിൽമെന്റ് പ്രദേശത്തിനും തട്ടേക്കാട് സെറ്റിൽമെന്റ് പ്രദേശത്തിനും ഉചിതമായ ആക്ഷൻ പ്ലാനുകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ആ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് വസ്തുവകകൾ സ്വതന്ത്രമായി ഉപയോഗിക്കുന്നതിന് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല എന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര വന്യജീവി ബോർഡിന്റെ നിർദ്ദേശങ്ങൾ പരിശോധിക്കുന്നതിനായി ഈ പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നതിനും ഇതിനായി പ്രത്യേകം സമിതികൾ രൂപീകരിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. സമിതികൾക്ക് ലഭിക്കുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിശോധിച്ച ശേഷം കരട് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി സർക്കാർ വിശദമായി പരിശോധിച്ച ശേഷം ദേശീയ വന്യജീവി ബോർഡിന് സമർപ്പിക്കും. സമിതിയിൽ വനം വകുപ്പ് മന്ത്രി ചെയർമാനായിരിക്കും. ബന്ധപ്പെട്ട എം.എൽ.എമാർ, ജില്ലാ പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ബന്ധപ്പെട്ട വാർഡ് മെമ്പർമാർ, ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാർ എന്നിവർ അംഗങ്ങളായിരിക്കും. കൂടാതെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ സമിതിയുടെ കൺവീനറായിരിക്കും. പ്രസ്തുത പ്രദേശങ്ങളെ ബന്ധപ്പെട്ട വന്യജീവി സങ്കേതങ്ങളുടെ ബഫർ സോണിൽ നിന്നും ഒഴിവാക്കുന്നതിനായി നേരത്തെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര വന്യജീവി ബോർഡിനും നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. അത് പൂർണ്ണമായി അംഗീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കരട് മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് കേന്ദ്രം ആവശ്യപ്പെട്ടത്. യോഗത്തിൽ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലം, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ, പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ ഫീൽഡ് ഡയറക്ടർ പി.പി. പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.